അമ്മച്ചി തന്നെ കത്തിച്ചേക്കാം അല്ലേ? ഓക്കെ. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സിജു കലവറക്കാരൻ. അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ നൽകിയ സപ്പോർട്ടിനും സഹകരണത്തിനും ഒരായിരം നന്ദി. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് ഒരു വെറൈറ്റി ഡിഷ് ചെയ്യാം. എന്നൊരു വെല്ലുമിച്ച് പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ് മുട്ട അവിയൽ. അപ്പോൾ അമ്മച്ചി നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങാം. എണ്ണ ഒഴിച്ചു. അമ്മച്ചി എന്നാ ഇടാം അല്ലേ? എല്ലാം ഇട്ടു. ഏതാ അരിഞ്ഞു വെച്ചിരിക്കുന്ന? എല്ലാം കൂടെ കൊണ്ടിടും. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ക്യാരറ്റ്, കോവയ്ക്ക, അതുപോലെ തന്നെ വെള്ളരിക്ക, മുരിങ്ങിക്ക, ഈ ഒരു സാധനം നമ്മൾ ഈ വെളിച്ചെണ്ണയിലിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ആ പച്ചമുളകും ഇത് നമ്മളെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും അല്ലേ? ആ, നമുക്ക് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഒരെട്ടെണ്ണമാണ്. അത് നമ്മൾ നാലായിട്ട് കീറി എടുത്തിരിക്കുക. ഉണ്ട മുളകായണ്ടേ, അപ്പോൾ നാലായിട്ട് കീറി ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 3 സവാളയുണ്ട്. അതും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉപ്പുപൊടി, മഞ്ഞപ്പൊടിയും കൂടെ അല്ലേ? ആ, അപ്പോൾ നമ്മൾ ഒരു അല്പം ഉപ്പ്, അതേപോലെ തന്നെ നമ്മളൊരു 1.5 ടീസ്പൂണാണ് മഞ്ഞൾ പൊടി എടുത്ത് വെച്ചിരിക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുക്കുക. ഇലയിട്ട് മൂടുക അല്ലേ? അപ്പോൾ നമുക്ക് ആ ഇലയിട്ടൊന്ന് മൂടാവേ. മുട്ട മുറിക്കണം, രണ്ടായിട്ട് മുറിക്കുക. നമ്മൾ മുട്ട അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് ഇളക്കിയിട്ട് മുട്ട ഇട്ടാൽ മതി അല്ലേ? ആ, അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കണോ? അപ്പോൾ നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുക്കാം അല്ലേ? അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ അത് ഒരുമാതിരി വെന്തെങ്കിൽ ഇതെല്ലാം കൂടെ ഇട്ട് തേങ്ങായും ആ ഉള്ളി ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ഇടണം. ഇച്ചിരി കറിവേപ്പിലയും കൂടെ അതിൽ ഇട്ട് കൊടുക്കണം അല്ലേ? നമുക്ക് നമ്മുടെ ആ തേങ്ങായ്ക്കകത്ത് 1 സ്പൂൺ കടുക്, ജീരകം, വെളുത്തുള്ളി മതി. അതോട് കൂട്ടിയാണ് ഞാനകത്ത് അതങ്ങോട്ട് ഇടുമ്പോൾ ഇച്ചിരി കരിയാപ്പില ഊരിയിട്ട് ഇതും കൂടി ഇടേ, ഇനി ഇതും കൂടി ഇട്ട് അങ്ങോട്ട് ഇളക്കി കൊണ്ടുകൂടി തട്ടിപ്പൊട്ടി വെച്ചിട്ട് ഇത് ചെയ്താൽ മതി. ഓക്കെ, നമുക്കിതൊന്ന് നേരത്തെ ഒന്ന് ഇളക്കി വെച്ച് കൊടുത്തതാണ്, എങ്കിലും ഒന്നുകൂടെ ഇളക്കണം. ഒരല്പം കൂടെ വേകാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടെ ഈ വാഴയിലിട്ടൊന്ന് മൂടി അടച്ചു വയ്ക്കാം. അപ്പോൾ ഉള്ളി
എടുക്കാം. അച്ഛന് പറഞ്ഞാൽ നമ്മുടെ ചതച്ച ഉള്ളി ഇഞ്ഞെടുത്തു. അപ്പോൾ ചെറിയ ഉള്ളിയാണ്. അപ്പം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു ചെറിയ ഉള്ളിയാണ്. അത് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 20-25 ചെറിയ ഉള്ളിയോളം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചതച്ചുകൊണ്ട് തന്നിരിക്കുന്നതാണ്. അതും കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി നമ്മൾ ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ആ തേങ്ങയും കൂടി ഇഞ്ഞെടുത്തു. അപ്പോൾ നമ്മളെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ എന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്ത് അമ്മച്ചി ഇട്ടിരിക്കുന്നത് തേങ്ങ, വെളുത്തുള്ളി, 1 സ്പൂണ് കടുക്, ജീരകം ഇതും കൂടിയാണ് നമ്മൾ ചതച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുകയാണ്. അരപ്പ് ഒന്ന് വേകാനൊരു സമയം കൊടുക്കണേ. അപ്പോൾ അത് നമ്മൾ ഒന്നുകൂടെ നമുക്കൊരു ചെറുതായിട്ട് ഓക്കെ. സിനോ, നമ്മുടെ അല്പം വെള്ളവും കൂടെ വേണം കേട്ടോ. പക്ഷേ കുറച്ച് തളിച്ചു കൊടുത്താൽ മതി അല്ലേ? ഓക്കെ. ഇല്ല, ഇച്ചിരി കറിവേപ്പില കൂടെ വേണം. കാശി, കറിവേപ്പില ഇഞ്ഞെടുത്തോ. കാശിയുടെ ബ്രാൻഡാന്ന് തോന്നുന്നു കേട്ടോ കറിവേപ്പില. കാശിയോടെ നല്ല പച്ച കറിവേപ്പില അല്ലേ കാശിയെ? കാശി എന്നും പച്ച കറിവേപ്പില നോക്കി പൊടിച്ചോണ്ട് വരും. നാടൻ സാധനം അല്ലേ? നമുക്ക് അല്പം നേരം കൂടെ നമ്മളിവിടെ ഇപ്പോൾ അരപ്പൊക്കെ ഇട്ടിരിക്കുന്നതല്ലേ, അതൊന്ന് ആവി കയറി ഒന്ന് വെന്ത് കിട്ടണം. അതൊന്ന് മൂടി വയ്ക്കാം നമുക്ക്. നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാതെ അതിൻ്റെ പുറത്തോട്ട് ആ മുട്ടയും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇളക്കിയിട്ട് ഇറക്കി വെക്കണം അല്ലേ? ഓക്കെ. അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാവേ. ഇളക്കിയത് മുട്ട കൂടെ ആ അപ്പോൾ നമുക്ക് ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഇതിന് മേളിൽ വെച്ച് കൊടുക്കാവേ. റെഡിയായി. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇളക്കി റെഡിയാക്കാവേ. നമുക്കതൊന്ന് ഇളക്കി റെഡിയാക്കി എടുക്കാവേ.
അപ്പോൾ നമ്മുടെ മുട്ട അവിയൽ റെഡിയാണ്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ മക്കളെ ഓടി വാ. അപ്പോൾ നമുക്ക് നമ്മുടെ പിള്ളേർക്കായി കൂടെ കൊടുക്കാം അല്ലേ? ഓക്കെ ആർക്കും സെർവ് ചെയ്ത് പിള്ളേർ കട്ട വെയിറ്റിംഗ് കേട്ടോ. ആണോ? അയ്യോ ഇതിന്റെ മണം അടിച്ചിട്ടേ. അമ്മച്ചിക്ക് ആദ്യം കൊടുക്കും കേട്ടോ. അമ്മച്ചി അത് കഞ്ഞി തീർക്കല്ലേ, അഭിപ്രായം പറയാനുള്ള നിൽക്കേ ഇപ്പൊ കഴിക്കല്ലേ. സൂപ്പർ അടിപൊളി. ആദ്യമായിട്ട് വെറൈറ്റി അല്ലേ? അല്ലേ ചേട്ടാ? വെറൈറ്റി അല്ലേ? ഈ മുട്ടവില് ജീവിതത്തിൽ സൂപ്പർ സൂപ്പർ അതിന് സെറ്റ് പോളി കാണിക്കും. സൂപ്പർ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഈ മുരിങ്ങയ്ക്ക, മുട്ട, ക്യാരറ്റ് അടിപൊളിയല്ലേ കുഞ്ഞുങ്ങളെ? അടിപൊളി. അവിയൽ കഴിച്ചിട്ടുണ്ട്, മുട്ട അവിയല്. അതിനുള്ള സ്നേഹം കൊണ്ട് എൻ്റെ അമ്മച്ചി എനിക്ക് കുറച്ച് മുരിങ്ങക്കോലൊക്കെ തന്നായിരുന്നു കേട്ടോ. അടിപൊളി സാധനം ഈ മുട്ടവിയൽ എന്ന് പറഞ്ഞാൽ വെട്ടിക്കെട്ട് സാധനം. ജീവിതത്തിൽ ആദ്യം കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവരുടെ അഭിപ്രായം കേട്ടതാണല്ലോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ പുതുതായി ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അടുത്ത ആഴ്ചയിൽ ഒരു അടിപൊളി ഡിഷുമായി വരുമ്പോഴേക്കും ഗുഡ് ബൈ.